നാം എല്ലാവരും വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റമദാനു ഷരീഫിന്റെ പൊന്നമ്പിളി മാനത്ത് ഉദയം ചെയ്തു എന്നറിഞ്ഞാൽ തന്നെ നാം അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഇല്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വ റുഷ്ദ് എന്ന ദിക്ർ ചൊല്ലണം. മാസം കണ്ടാൽ ചൊല്ലേണ്ട ദിക്റാണിത്. മാസം കണ്ടവനും അറിഞ്ഞവനും ചൊല്ലൽ സുന്നത്താണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ദിക്ർ ഒന്നുകൂടെ പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹു ഹിലാലി ഖൈരിൻ വ റുഷ്ദ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. മഗ്രിബ് നാം ജമാഅത്തായി തന്നെ ഇന്നത്തെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാസം കണ്ടാൽ മഗ്രിബോടുകൂടി തന്നെ റമദാനിലേക്ക് കടക്കുകയാണ്. വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിലെ മഗ്രിബും സുബ്ഹിയും ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ അവൻ ലൈലത്തുൽ ഖദറിനെ എത്തിച്ചവനാകും എന്ന് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിലെ മഗ്രിബിന്റെ ജമാഅത്തും സുബ്ഹിയുടെ ജമാഅത്തും നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. റമദാനിലെ ഒന്നാമത്തെ രാത്രി തന്നെ നാം തറാവീഹ് പ്രത്യേകമായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തറാവീഹ് ജമാഅത്തായി കൊണ്ട് തന്നെ നാം നിസ്കരിക്കണം. റമദാനിലെ ഒന്നാമത്തെ രാത്രിയിലെ തറാവീഹ് നിസ്കരിച്ചാൽ തന്നെ യഖ്റുജുൽ മുഅ്മിനു മിൻ ദുനൂബിഹി ലിഅവ്വലി ലൈലത്തിൻ കയൗമി വലദതു ഉമ്മുഹു. ഒന്നാമത്തെ രാത്രിയിലുള്ള തറാവീഹ് നിസ്കരിച്ചാൽ മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കപ്പെടും. ഏതുപോലെ കയൗമി വലദതു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ആ ചെറിയ കുഞ്ഞിനെ പോലെ. പ്രസവിച്ച ചെറിയ കുഞ്ഞിനിക്ക് ഒരു തെറ്റുമുണ്ടാവുകയില്ലല്ലോ. അതുപോലെ അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല ഒന്നാമത്തെ രാത്രിയിലുള്ളതായിരിക്കുന്ന തറാവീഹ് നിസ്കരിച്ചാൽ അവനിക്ക് പൊറുക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിയിലെ മാസം കണ്ട അന്ന് രാത്രിയിലുള്ളതായിരിക്കുന്ന തറാവീഹിനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ റമദാനിലെ ഒന്നാമത്തെ രാത്രി അല്ലാഹു തആല അവന്റെ മുഅ്മിനീങ്ങളായിരിക്കുന്ന അടിയാറുകളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ആ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ലഭിക്കണം. ആ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ രക്ഷപ്പെട്ടു. അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കപ്പെടുമെന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ ആ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കാൻ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ദിക്ർ നാം റമദാനിലെ ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്റാണ്. പക്ഷെ ഇന്നത്തെ രാത്രി നാം ആ ദിക്റിനെ കൂടുതലായി ചൊല്ലാൻ വേണ്ടി, മാസം കണ്ട അന്ന് രാത്രി ആ ദിക്റിനെ കൂടുതലായി നാം ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫില് ഞാൻ എന്തിനെയാണ് അധികരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞ ഹദീസിൽ കാണാം 4 കാര്യങ്ങൾ ചോദിക്കലിനെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞത് കാണാം. ആ 4 കാര്യവും അടങ്ങുന്ന ദിക്ർ നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. റമദാനിലെ എല്ലാ ദിവസവും നാം ചൊല്ലുന്ന ദിക്റാണ്. 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നാം ചൊല്ലുന്ന ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഈ ദിക്റിനെ നാം നിസ്കാരങ്ങൾക്ക് പുറമെയും ധാരാളമായി വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിൽ നാം ചൊല്ലേണ്ടതുണ്ട്. പ്രത്യേകമായി റമദാൻ മാസപ്പിറവി കണ്ടാൽ അന്ന് രാത്രി സൂറത്തുൽ ഫത്ഹ് നാം പ്രത്യേകമായി ഓതാൻ വേണ്ടി ശ്രമിക്കണം. സൂറത്തുൽ ഫത്ഹിന് ധാരാളം പ്രത്യേകതകളുണ്ട്. മുമ്പൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് ആകെ 29 ആയത്തുള്ള ചെറിയ സൂറത്താണത്. ആ സൂറത്തിനെ നാം ഇന്നത്തെ രാത്രിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാകുന്നതോടൊപ്പം നാം പ്രത്യേകമായി ലൈലത്തുൽ ഖദറും
റമദാനും ഒക്കെ നമുക്ക് അനുകൂലമായി ലഭിക്കുകയും നമുക്കതിലെല്ലാം ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അതൊക്കെ ലഭിക്കണമെന്ന കരുതലോടുകൂടി സൂറത്തുൽ ഫത്ഹിനെ ഇന്നത്തെ രാത്രിയിൽ നാം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിനെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.